ഈ കാണുന്ന ടാങ്കിലാണ് നമ്മുടെ വലിയ സൈസ് ജയന്റ് ഗൗരാമികളെല്ലാം കിടക്കുന്നത്. ഇന്ന് നമ്മളൊന്ന് ഫീഡ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്, വെള്ളം കുറച്ച് ക്ലിയർ ആയിട്ടുണ്ട്, കാരണം ഓവർഫ്ലോ വഴി വെള്ളം പുറത്തേക്ക് പോകുന്നതുകൊണ്ട്. അപ്പോൾ നമ്മൾ പെല്ലറ്റ് ഫുഡും അതുപോലെ തന്നെ ഇലവർഗ്ഗങ്ങളുമാണ് ഇവർക്ക് ഫീഡ് ചെയ്യാറുള്ളത്. ഇവിടെ നമ്മൾ നോൺ വെജ് ഫുഡുകളൊന്നും ഫീഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളിന്ന് ജസ്റ്റ് ഫീഡ് ചെയ്തപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. മഴ പെയ്ത് വെള്ളം കുറച്ച് ക്ലിയർ ആയതുകൊണ്ട് ആൽഗെ വാട്ടർ ആണ്, പക്ഷേ വേനൽക്കാലത്തൊക്കെ നല്ല തിക്ക് ആൽഗെ വരുമ്പോൾ നമുക്ക് തീരെ ഇവരെ കാണാൻ പറ്റാറില്ല. ഇപ്പോൾ മഴ പെയ്ത് ഓവർഫ്ലോ വഴി കുറേ വെള്ളമൊക്കെ പുറത്തേക്ക് പോയപ്പോൾ ആൽഗെ കുറച്ചൊക്കെ പുറത്തേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് കുറച്ചെങ്കിലും അവരെ കാണാനായിട്ട് പറ്റുന്നത്. നേരത്തെ കണ്ടത് നമ്മുടെ വലിയ സൈസ് ആൽബിനോ ആണ്. 2 ആൽബിനോകൾ ഇതിനകത്ത് കിടക്കുന്നുണ്ട്, ഏകദേശം 1 ഫീറ്റ് വരുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു ബ്ലാക്ക് ജയന്റ് ഗൗരാമി നമ്മുടെ കയ്യിൽ ടോട്ടൽ 8 എണ്ണമാണ് ഉള്ളത്. എല്ലാം വലിയ സൈസാണ്. അതിൽ ഒരെണ്ണം നമ്മുടെ കാർപോർച്ചിലെ ടാങ്കിലാണ് കിടക്കുന്നത്, ബാക്കി 7 എണ്ണം ഇതിനകത്ത് കിടക്കുന്നുണ്ട്. അങ്ങനെ 7 ബ്ലാക്കും 2 ആൽബിനോകളാണ് ഇതിനകത്ത് കിടക്കുന്നത്. ചെറിയ രീതിയിലുള്ള ഫൈറ്റും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നടക്കുന്നുണ്ട്, എങ്കിലും സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ആ ആൽബിനോനൊക്കെ കണ്ടില്ല, അത്യാവശ്യം നല്ല സൈസ് ആയിട്ടുണ്ട്. തുടക്കത്തിൽ നമ്മൾ ഇവരെ ഈ ബ്ലാക്കിൻ്റെ കൂടെ കൊണ്ടുവന്ന് ഇട്ടപ്പോൾ അവർ കുറച്ച് ചെറുതായിരുന്നു. ആ സമയത്ത് ചെറിയ രീതിയിലുള്ള അഗ്രഷനൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഈ ബ്ലാക്കുകൾ ഈ ആൽബിനോകളൊക്കെ ഓടിക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ടായിരുന്നു. അവർ പിന്നെ വലുതായി, ആൽബിനോ കണ്ടില്ല, അത്യാവശ്യം നല്ല സൈസായി കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ വലിയ പ്രശ്നമില്ല. എങ്കിലും ബ്ലാക്ക് ഈ ആൽബിനോനെ ചില സമയങ്ങളിലൊക്കെ ഓടിക്കുന്നത് കാണാം. പിന്നെ ഈ ടാങ്കിന് കുറച്ച് സൈസ് ഉള്ളത് കൊണ്ട് ഇപ്പോൾ ചെറിയ അഗ്രഷൻ ഉണ്ടായാലും അവർക്ക് മാറി നിൽക്കാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മൾ എയറേഷൻ കൊടുക്കുന്നുണ്ട്, അല്ലാതെ വാട്ടർ ചേഞ്ച് കാര്യങ്ങളൊന്നും സീരിയസ് ആയിട്ട് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നില്ല. ഇപ്പോൾ മഴയുള്ളതുകൊണ്ട് പിന്നെ അത് ചെയ്യേണ്ട ആവശ്യമില്ല. വേനൽക്കാലത്ത് നമ്മൾ ടോപ്പപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്, കാരണം ചെറിയ രീതിയിൽ വെള്ളം വറ്റിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ചൂട് കാരണം. അപ്പോൾ നമ്മൾ ടോപ്പപ്പ് ചെയ്ത് കൊടുക്കും, കുറച്ച് എക്സ്ട്രാ ടോപ്പപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ച് വെള്ളം ഓവർഫ്ലോ വഴി പുറത്തേക്ക് പോകും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്ലീനിങ് ആണ് നമ്മൾ ഇതിനകത്ത് ചെയ്തു വരുന്നത്. ബെനിഫിഷ്യൽ ബാക്ടീരിയാസും ആൽഗയൊക്കെ നല്ല രീതിയിൽ ഇതിനകത്ത് ഉള്ളതുകൊണ്ട് നാച്ചുറൽ ആയിട്ടുള്ള ഫിൽട്രേഷൻ നടക്കുന്നുണ്ട്. വേറെ എക്സ്ട്രാ ഫിൽറ്റർ ഒന്നും നമ്മൾ ഇതിൽ സെറ്റ് ചെയ്തിട്ടില്ല. ഇങ്ങനെയാണ് ഈ ഒരു ടാങ്ക് നമ്മൾ വർഷങ്ങളായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. യാതൊരു ഇഷ്യൂ ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മുടെ ചെറിയ സൈസ് റെഡ് ടൈൽ, ആൽബിനോ, പിങ്ക് ഇവരുടെ അപ്ഡേറ്റ് ഒക്കെ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ ചെയ്യാനായിട്ട് ശ്രമിക്കാം.